നിങ്ങൾക്കറിയോ, കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വഅദിന് പോയപ്പോഴാണ് എന്നോട് അവിടെയുള്ള ആ മഹല്ലിന്റെ പ്രസിഡന്റ് പറഞ്ഞത്, ഉസ്താദേ, ഞങ്ങളൊരു കാര്യം പറയേണ്ടത്, ജനങ്ങളോട് പരസ്പരം സഹകരണ മനോഭാവത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരയൽവാസി മറ്റൊരു അയൽവാസിയോട് 50 രൂപ കടം വാങ്ങിച്ച ആ 50 രൂപ കടം വാങ്ങിയാൽ തിരിച്ചൊന്നോ 2 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ 50 തന്നെ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് ഗൾഫുകാരുടെ ഭാര്യമാർ ധാരാളമുണ്ട്. ആ സഹോദരനോട് പറ, ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ആ സ്ഥലത്തെത്തും. അയാൾ പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴുള്ള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ 1000 രൂപ ഒരാളെ വായ്പ തരുമെന്ന് ചോദിച്ചാൽ നീ എന്താ തിരിച്ചു തരാ, 1200 തരുമെന്ന് ചോദിക്കണ കാലാണ്. കാരണം മനുഷ്യന് പണത്തിനല്ലാതെ മറ്റൊന്നും ഉപകാരം ചെയ്യുക എന്ന മനോഭാവം ജനങ്ങളിൽ നിന്ന് ഇല്ലാതെയായി പോയ കാലമാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പലിശ ഇടപാട് വ്യാപകമായാൽ പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല, ഹത്താ ലാ യബ്ഖാ അലാ വജ്ഹിൽ അർളി ബൈതുൻ ഇല്ലാ വദഖലഹു റിബാ. ഭൂമുഖത്തുള്ള എല്ലാ വീട്ടിലേക്കും പലിശ കയറി വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആദ്യം ഒരു ഹദീസ് ഓതി വച്ചല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തോട് അടുക്കുമ്പോൾ ഒരു കാലം കടന്നു വരാനുണ്ട്. പുണ്യനബി സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, ആ കാലമായാൽ എല്ലാ ജനങ്ങളും പലിശ ഭക്ഷിക്കുന്നവരായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, യഅതിയനാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം കടന്നു വരാനുണ്ട്, യഖുലൂന ഫീഹി റിബ, ആ കാലത്ത് ആളുകൾ പലിശ ധാരാളം ഭക്ഷിക്കും. പുണ്യനബിയോടൊപ്പോ ഇത് കേട്ട സ്വഹാബികൾ ചോദിച്ചു, ഖീല ലഹു അന്നാസു കുല്ലുഹും, എല്ലാവരും അങ്ങനെ ആകുമോ നബിയേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല മൻ ലം യഖുൽ മിൻഹും നാലഹു മിൻ ഉബാരി, നേരെ തിന്നില്ല എങ്കിലും അതിന്റെ ഒരു പൊടിയോ പുകയോ എങ്കിലും എത്താതിരിക്കില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആലോചിച്ച് നോക്ക്, എല്ലാ വീടുകളിലേക്കും പലിശ കയറി വരുന്നു പറഞ്ഞാൽ എല്ലാ വീട്ടിലെ ആളുകൾക്കും അക്കൗണ്ട് എടുക്കൽ നിർബന്ധമായ ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്? അക്കൗണ്ട് എടുക്കൽ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. അറിയാതവനവന്റെ അക്കൗണ്ടിലും തന്റെ വരുമാനത്തിലും പലിശ വന്ന് ചേരുന്ന കാലം എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. പുണ്യനബി പറയാണ് ഇതിന്റെ പ്രത്യാഘാതം, പലിശയുടെ ഒന്നാമത്തെ പ്രത്യാഘാതം ഭൂമുഖത്ത് തന്നെയാണ്. അള്ളാഹു ആ പ്രദേശത്തെ നശിപ്പിച്ചു കളയും, റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാവുകയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തേതെന്താ ശ്രദ്ധിക്കണം? രണ്ടാമത്തേതെന്താണ്? മാറാ രോഗങ്ങളാണ്. പലിശ നമ്മുടെ അക്കൗണ്ടിൽ ബാക്കിയാക്കുന്നതുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറഞ്ഞു, യൽഹറു ഫീ ആഖിരി സമാൻ, ലോകാവസാനമാകുമ്പോൾ പ്രത്യക്ഷപ്പെടും ഖിസാലുൻ അർബ, 4 കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടും. അക്ലുർ റിബാ, ആളുകൾ വ്യാപകമായി പലിശ ഇടപാട് നടത്തും. ആരാ പഠിപ്പിക്കുന്നത്? ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പലിശ ഇടപാടിൽ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കും. വല്ലൈമാനുൽ കാദിബ ഫിൽ ബൈഇ വശ്ശിറാ, വാങ്ങുന്നതിലും വിൽക്കുന്നതിലും കച്ചവടങ്ങളിൽ വ്യാപകമായി കള്ളസത്യം നടക്കും, കളവ് നടക്കും, കള്ളസത്യം നടക്കും കച്ചവടങ്ങളിൽ വ്യാപകമായി. ചൈനന്റെ സാധന അതിന്റെ അടിയിൽ ഒട്ടിക്ക മെയ്ഡ് ഇൻ ജപ്പാൻ. അറബി വന്ന് ചോദിക്കും, ഇതേതാ? അറബിക്ക് അമേരിക്കാനോ ബ്രിട്ടനോ ജപ്പാനോ എന്നോ കേൾക്കണം. അമേരിക്ക എന്ന് കേട്ടവർക്ക് വലിയ ഉഷാറ. അവര് പറയും അംബ്രീക്കി കുല്ലു മുഖ് കൊയ്സ്, എല്ലാരും മുഖ് ഭയങ്കര കൊയ്സാണ്. എന്നാ ഈ അറബിയക്കും ഞമ്മക്കൊക്കെ അന്ന് മുഖ തിന്നണ് ഉപയോഗപ്പെടുത്താട്ടോ. ഓലെങ്ങനെ പറയാം, ഓൽക്കത് കേൾക്കണം. അപ്പൊ ഇയാൾ വന്ന് ചോദിക്കും, ഇതേതാ സാധനം? അപ്പൊ കച്ചവടക്കാരൻ പറയാം, മക്തൂബ് താഴത്ത് എഴുതിയിട്ടുണ്ട്, നോക്ക്. അപ്പൊ നോക്കുന്ന സമയത്ത് സുനിയ ഫി യാബാൻ മെയ്ഡ് ഇൻ ജപ്പാൻ, സുനിയ ഫി അമേരിക്ക മെയ്ഡ് ഇൻ അമേരിക്ക, സുനിയ ഫി ബ്രിട്ടാനിയ മെയ്ഡ് ഇൻ ബ്രിട്ടൻ എന്ന് എഴുതിയിട്ടുണ്ട്. അറബിക്ക് ഒരു ചോദ്യമുണ്ട്, ഇത് നോക്കിയിട്ട് അതാ സുനിയ ഫി അമേരിക്ക, സുനിയ ഫി അമേരിക്ക വല്ലോ അല്ല ചോദ്യം അവന്റെ അടുത്ത് വല്ലോ. അപ്പൊ കച്ചവടക്കാരൻ അങ്ങനെ ഉറപ്പില്ല. മൂപ്പര് 2 നിയമിച്ചിട്ടുണ്ട് ഒട്ടിക്കാൻ, പറിച്ചിട്ട് ഒട്ടിക്കാൻ മൂപ്പരനെ നിയമിച്ചതാ. 2000 4000 ദിർഹംസ് മൂപ്പര് ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പൊ മൂപ്പർക്ക് അറിയാലോ അതല്ലാന്ന്. അപ്പൊ ഓന്റെ വല്ലരാ എന്നിട്ടാ അറബി വല്ലോ, ആ വല്ലോ.
വല്ലൈമാനുൽ കാദിബ ഫിൽ ബൈഇ വശ്ശിറായി, വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വ്യാപകമായ കള്ളസത്യം നടക്കുക. അവന്റെ പറമ്പ് പോലുമല്ല, ഓൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പറയാ അതെന്റെ പറമ്പ, ഞാൻ കഴിഞ്ഞ ആഴ്ച കച്ചവടം ചെയ്ത് വാങ്ങിയതാണ്. ഓൻ ആരോ ആവശ്യക്കാരുണ്ടോ നോക്കാൻ, എന്നിട്ട് വേണോന് പോയി കച്ചവടം ചെയ്യാൻ. വല്ലൈമാനുൽ ഇതിന്റെ അന്ത്യം എന്താ? പലിശയുടെ അന്ത്യമെന്ത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനഖ്സുൽ മിക്യാലി വബഖ്സുൽ മീസാൻ, അളത്തത്തിലും തൂക്കത്തിലും ആളുകൾ കുറവ് വരുത്തും. കച്ചവടത്തിൽ വ്യാപകമായ കള്ളസത്യമുണ്ടാകും. പലിശ മുഖേന എന്റെ സമുദായം ധാരാളം പലിശ ഇടപാട് നടത്തിയിട്ട് അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കാലം വന്നാൽ വഖഅത ഫീഹിമുൽ അംറാദുൽ ഫാഹിഷ, മാരകമായ വളരെ മോശമായ രോഗങ്ങൾ വരെ പിടിപെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിൽ 25 ലക്ഷമുണ്ട്, 1 ലക്ഷം ഉറപ്പിക്കാതിൽ പലിശയായുണ്ട്. എന്താ തൽക്കാല ആവശ്യത്തിന് ഉപയോഗിച്ചാല് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ സഹോദര ചിന്തിക്കണേ, പലിശ മുഖേന ഉള്ള വരുമാനമാണോ അത് മാരകമായ രോഗങ്ങളായി ഭൂമിയിൽ നിന്ന് തന്നെ മാറും. ക്യാൻസറായി മാറുമെന്റെ. ഓപ്പറേഷൻ ചെയ്തു, സുഖപ്പെട്ടില്ല, ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വിജയിച്ചില്ല, വയറിനകത്ത് മുഴയാണ്, മരുന്ന് കൊടുത്തു, സുഖമായില്ല, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ അയാൾ ഓപ്പറേഷന് വിധേയനായി. 2 ദിവസം കഴിഞ്ഞപ്പോ വയറിനകത്തിന് വല്ലാത്ത വേദന. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മുറിവിൽ നിന്ന് രക്തം നിന്നിട്ടില്ല, വയറിനകത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ട്, രക്തസ്രാവമുണ്ട്. എന്തേ? ഏത് രക്തമാണെന്നറിയുമോ? ഏത് രക്തമാണ് എന്റെ സഹോദര? പാവപ്പെട്ടവനോട് പിടിച്ചു വാങ്ങിയ പലിശയില്ലേ, അവന്റെ കരൾ മാന്തിപ്പറിച്ചു വാങ്ങിയ പണമില്ലേ, അത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസറിന്റെയും അതേപോലെയുള്ള മാരകമായ രോഗങ്ങളുടെയും അണുക്കളായി മാറാമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. മാരകമായ രോഗങ്ങൾ പലിശയുടെ അനന്തരഫലമാണ്. എന്തൊക്കെ രോഗം, എന്തെല്ലാം രോഗം. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ എന്റെ ഉമ്മ എന്റെ തറവാട്ടിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടി പോയി. തറവാട്ടിൽ ഇറക്കിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ അവിടെയുള്ള നഴ്സറി, അവിടെ ഒരു നഴ്സറി നടക്കുന്നുണ്ട്. ആ നഴ്സറിയുടെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട് ഡെങ്കിപ്പനി, മലമ്പനി, ജപ്പാൻ ജ്വരം, ഇവയുടെയൊക്കെ കാരണക്കാർ കൊതുകുകളാണ്. മെനിഞ്ഞാന്നൊരു പത്രത്തിൽ കണ്ടു, ഏതോ ഒരു നാട്ടിലെ സ്കൂളിലെ കുട്ടികൾ യുദ്ധം ചെയ്യുന്നത് കൊതുകിനോടാണ്. കൊതുകിനോട് യുദ്ധം ചെയ്യേ, കൊതുകല്ല, കോസ് ഓഫ് ദി കോസ്. കാരണത്തിന്റെ കാരണം ഞാൻ ചോദിക്കട്ടെ, എലി മൂത്രമൊഴിക്കാൻ തുടങ്ങിയത് 10 കൊല്ലത്തിന് ശേഷമല്ലല്ലോ. പഴയ കാലത്തും എലിക്ക് മൂത്രമല്ലേ? എന്തായി പറയുന്നത്? നമ്മൾ കേവലം ഏതെങ്കിലും ആളുകൾ പറയുന്ന വാക്കിൽ മാത്രം നമ്മൾ നമ്മുടെ വിശ്വാസം അർപ്പിക്കുകയോ? പുണ്യനബി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എലി പഴയ കാലത്തെ മൂത്രയിക്കാറുണ്ട്, പക്ഷേ പഴയ കാലത്തെ എലിയുടെ മൂത്രത്തിൽ എലിപ്പനിയുടെ രോഗാണുക്കൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് പടർന്നു പിടിക്കാറില്ല. കോഴിക്കോട് എയർപോർട്ടിൽ പോലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കുറച്ചു മുമ്പ് പോലും ഉണ്ടായിരുന്നുണ്ട്. മാറാവ്യാധികളായ പല രോഗങ്ങളും വരുമ്പോ ജാഗ്രത. ഒരിക്കൽ ഞാൻ കണ്ടു, പന്നിപ്പനിക്കെതിരെ ജാഗ്രത, പന്നിപ്പനി ജാഗ്രത. ആരോടാ? എയർപോർട്ടിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളെയും അവിടെ പരിശോധിക്കാൻ ഡോക്ടറുണ്ട്. പന്നിപ്പനി ഉണ്ടോന്നറിയാൻ. എന്താ പന്നിപ്പനി? പന്നിയുടെ രോഗാണുക്കൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കാൻ തുടങ്ങി. പണ്ട് പന്നിയുടെ രോഗാണുക്കൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കാറില്ലായിരുന്നു. 4 മാസം മുമ്പ് റിപ്പോർട്ട് കണ്ടോ നിങ്ങൾ? ആദിവാസി, വനത്തിൽ ഒരു ആദിവാസിക്ക് കുരങ്ങുപനി, അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു പത്രത്തിൽ. ആദിവാസി ഈ കൊല്ലല്ല കാട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. പണ്ട് മുതലേ ആദിവാസി കാട്ടിലാ താമസിക്കല്. പക്ഷേ ആദിവാസിയുടെ ശരീരത്തിൽ അന്നും കുരങ്ങ് കാട്ടിലുണ്ട്, കുരങ്ങിന് പനി ഉണ്ടാവാറുണ്ട്. പക്ഷേ കുരങ്ങു പനിയുടെ രോഗാണു കുരങ്ങിന്റെ ശരീരത്തിലേ നിൽക്കാറുള്ളൂ, മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറാറില്ല. ഇപ്പൊ കുരങ്ങന്റെ ശരീരത്തിൽ കുരങ്ങു പനിയുടെ രോഗാണു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറാം. ഞാൻ ആലോചിച്ചു പോവാണ്, ഒരു 8 കൊല്ലം മുമ്പ് കോയാസിൽ വെച്ചൊരു ഡോക്ടർ ഹജ്ജിന്റെ ക്ലാസ് എടുത്തിരുന്നു. വയനാട്ടിലെ ആദ്യത്തെ ഡോക്ടറായിരുന്നു അയാൾ എന്ന് പറഞ്ഞു അയാൾ പരിചയപ്പെടുത്തിയപ്പോൾ. അയാൾ പറഞ്ഞു, അന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കുരങ്ങ് പനിയെക്കുറിച്ച്, പന്നിപ്പനിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അയാൾ പറയാൻ, ഈ പന്നിപ്പനി എന്ന് പറഞ്ഞാൽ പന്നികൾക്ക് വരേണ്ട പനിയാണ്, മനുഷ്യന് വരാൻ പാടില്ല. പക്ഷെ മനുഷ്യനത് വരാൻ കാരണം മനുഷ്യൻ പന്നിയായതാണ്. ആ ഡോക്ടർ പറഞ്ഞതാ, ഒരു മുസ്ലിം ആ ഡോക്ടർ. അയാൾ പറഞ്ഞു മനുഷ്യൻ പന്നിയായതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അല്ലാഹു അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. കച്ചവടം അല്ലാഹു ഹലാലാക്കി, പലിശ അല്ലാഹു ഹറാമാക്കി എന്ന് പറഞ്ഞിട്ട് പലിശ ഇടപാടിന്റെ പലിശയുടെ അവസാനത്തെ നാണയത്തൊട്ടും അറഫായുടെ മണ്ണിൽ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ വഫാത്തിനോട് അനുബന്ധമായാണല്ലോ ഈ ആയത്തിറങ്ങുന്നത്. അവസാന കാലത്താണല്ലോ ഈ ആയത്തിറങ്ങുന്നത്. പലിശ സംബന്ധമായുള്ള ആയത്ത്. അറഫായുടെ മണ്ണിലാണ് അല്ലാഹുവിന്റെ ഹബീബുള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫായുടെ മണ്ണിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് പറഞ്ഞു, പലിശയുടെ അവസാനത്തെ നാണയത്തൊട്ടും ഞാനിതാ അറഫായുടെ മണ്ണിൽ കുഴിച്ചു മൂടുകയാണ് സ്വഹാബ. എന്റെ ഇളയപ്പായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നിങ്ങൾ പല ആളുകളും പലിശ കൊടുക്കാറുണ്ട്. ആരും പലിശ കൊടുക്കണ്ട, മൂലധനം മാത്രം തിരിച്ചു കൊടുത്താൽ മതി. പലിശയുടെ അവസാനത്തെ തൊട്ട് നാണയം അറഫായുടെ മണ്ണിൽ കുഴിച്ചു മൂടിയിട്ട് പോയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിക്ക് എങ്ങനെയാണ് ബാങ്കിന്റെ പ്രസിഡന്റ് ആവാൻ കഴിയുക? റസൂലുള്ളാഹിന്റെ അനുയായിക്ക് എങ്ങനെ ബാങ്കിന്റെ പ്രസിഡന്റ് ആവാൻ കഴിയും? റസൂലുള്ളാഹിന്റെ അനുയായിക്ക് എങ്ങനെ ബാങ്കിന്റെ സെക്രട്ടറി ആവാൻ കഴിയും? ബാങ്കിന്റെ സെക്രട്ടറിയും പള്ളിന്റെ സെക്രട്ടറി ഒന്നാവേ കഴിയൂലേ? ബാങ്കിന് വേണ്ടി എഴുതുന്ന കൈകൊണ്ട് പള്ളിക്ക് വേണ്ടി നീ എഴുതിയാൽ പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിന്റെ അക്കൗണ്ടിൽ അല്ലാഹു ഗുണമായി രേഖപ്പെടുത്തൂല. പള്ളി പലിശ ഇടപാടിനെതിരെ ആഞ്ഞടിക്കുന്ന സ്ഥാപനമാണ്. ബാങ്ക് പലിശ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. രണ്ട് പ്രത്യാഘാതം, ഒന്ന് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം, മറ്റൊന്ന് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം. മൂന്നാമത്തത് കേട്ടോളൂ, സമയമില്ലാത്തതുകൊണ്ട് വേഗം പറഞ്ഞു പോകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ വ്യംഗ്യമായി നമ്മളോട് സൂചിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പലിശ പറഞ്ഞ വിഷയത്തിൽ ഇത്തഖുല്ലാഹ, റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. പലിശയ്ക്ക് നിങ്ങൾ അങ്ങനെയുള്ള ചെറിയ ന്യായം, അവിടെ ഒരു ന്യായം, ഇവിടെ ഒരു ന്യായം, അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെയായാൽ അങ്ങനെയാവൂലേ, അങ്ങനെയായാൽ ഇങ്ങനെ പറ്റൂലേ, ഇങ്ങനെ പറ്റിയാൽ അങ്ങനെ പറ്റൂലേ. നിങ്ങൾ അതല്ല പലിശയുടെ വിഷയത്തിൽ പറയേണ്ടത്. ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിച്ചാണ് വർത്തമാനം പറയേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ. പലിശയുടെ അവസാനത്തെ ഭാഗവും നിങ്ങൾ വലിച്ചെറിയണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഇതിലൊരു സൂചനയുണ്ട്. എന്താണ് ആ സൂചന? പലിശ ഇടപാട് നടത്തുന്ന ആളാണെങ്കിൽ മരണസമയത്തെ ആൾക്ക് ഈമാൻ പിൻവലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റബ്ബേ, നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പലിശ ഇടപാട് നടത്തിയ ആളാണെങ്കിൽ അയാൾക്ക് മരണസമയത്ത് ഈമാൻ വലിച്ചെടുക്കപ്പെടാൻ, ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിക്കാൻ കഴിയില്ല. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ തൊട്ടടുത്ത് പരപ്പരങ്ങാടിയിലുണ്ട് ഒരു മുഹമ്മദ് ഖാ എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അയാൾ ഒരു ബാങ്കിന്റെ മാനേജറായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശയെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് കേട്ടിട്ട് അയാൾ പിറ്റേ ദിവസം പോയിട്ട് ബാങ്കിൽ പോയി മാനേജർ സ്ഥാനം രാജിവെച്ചിട്ട് പോന്നു. കുടുംബം ചോദിച്ചു, നിങ്ങൾ ഇന്നെ രാജിവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുന്നു. ആ വിഷയത്തിൽ ഒരു ആലോചന ഇല്ല. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു മുഹമ്മദ് ഖയെ ചമ്മാട്ടങ്ങാടിയോട് പരിസരത്തോട് ചേർന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർത്തുപോവുകയാണ്. അദ്ദേഹം പരപ്പരങ്ങാടിയിലാണ്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയില്ല. അള്ളാഹു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ ഒരു നന്മ കാരണം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം ഒന്നതാണ്, ഈമാൻ അല്ലാഹു പിൻവലിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.